2 വീക്കായിട്ട് ഒരു റാഡ് ലൈഫാണ് ബ്രോ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് എണീക്കുന്നില്ല, കറക്റ്റ് സമയത്ത് കിടക്കുന്നില്ല, ഫോൺ കാണുന്നു, മാസ്റ്റർബേഷൻ ചെയ്യുന്നു, ഗെയിം, സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ന്യൂസ് കുറേ കേൾക്കുന്നു. ഫുള്ളി ഒരു എനിക്ക് പോലും ഇഷ്ടമല്ലാത്തൊരു ഡീജനറസ് ലൈഫിലേക്ക് ഞാൻ പോയി. നിങ്ങളിതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ ടോപ്പ് നോച്ചിലിരിക്കുന്നു, കറക്റ്റ് സമയത്ത് എണീക്കുന്നു, ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട പോലെ എല്ലാ ഗുഡ് ഹാബിറ്റും നിർത്തി ഫുൾ ഡീജനറസിയിലേക്ക് ഞാൻ പോയി. എനിക്കറിയാം ബ്രോ, അതിൻ്റെ ഫുൾ അക്കൗണ്ടബിലിറ്റി എനിക്കാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇവിടെ ചെയ്ത മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് റാറ്റ് ലൈഫ്, എന്താണ് ഈഗിൾ ലൈഫ്. ബ്രോ, നമ്മൾ റാറ്റ് ലൈഫിലാകുമ്പോൾ, ആ 2 വീക്ക് ഞാൻ റാറ്റ് ലൈഫിലായിരുന്നപ്പോൾ എന്തൊക്കെ തോട്ടാണ് നമുക്ക് വരുന്നതെന്നറിയാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നറിയാം. നമ്മളുടെ മൈൻഡ് എത്രമാത്രം വണ്ടറാണ് അടിക്കുന്നതെന്നറിയാം. നമ്മുടെ ഓൺ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ആരോടും കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹൈലി കാർബ്സ് ആയിട്ടുള്ള ഷുഗർ ആയിട്ടുള്ള ഫുഡ് കുറേ കഴിക്കും, ഭയങ്കര അൺലിമിറ്റഡ് ആയിട്ട്. ഒരു എക്സസൈസ് പോലും ചെയ്യുന്നില്ല. ലൈഫ് ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയും. ഗെയിം കളിച്ചും സോഷ്യൽ മീഡിയയിൽ കയറിയും മൂവീസ് കണ്ടും ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയും. ആ ലൈഫിൽ നിന്ന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ആ ലൈഫിൽ നിന്ന് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ, ആ ലൈഫിൽ നിന്ന് ഈഗിൾ ലൈഫിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് റിയലി മനസ്സിലാകത്തുള്ളൂ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്. എനിക്കറിയാം ബ്രോ, നിങ്ങളിപ്പോൾ ഒരു പെയിനിൽ കൂടാണ് പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു വിഷമഘട്ടത്തിൽ കൂടാണ് പോകുന്നത്. നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് നിങ്ങളുടെ പെയിൻ മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ലൈഫ് ഇത്രയും നശിച്ചൊരു 2 വീക്ക് പോയിട്ടും ഞാൻ എങ്ങനെ അതിനകത്തുനിന്ന് റിക്കവറായി ഒരു ഈഗിൾ മാസ്കിലേക്ക്, ഒരു ഈഗിൾ മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെ നമുക്ക് മാറാൻ പറ്റും. എത്ര നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിലും, എത്ര നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും, നമ്മൾ എത്രമാത്രം ഡിപ്രസ്ഡ് ആണെങ്കിലും നമുക്ക് കുറച്ചു കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഈഗിൾ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് 100% ഞാൻ ചെയ്യാൻ പോകുന്നതും നിങ്ങൾ ഇനി കാണാൻ പോകുന്നതും. ബ്രോ, നമ്പർ 1 എന്ന് പറഞ്ഞാൽ ജിം, വർക്കൗട്ട്. നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ കെയർ ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. ബ്രോ, ഒരു 2 വീക്ക് ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യില്ലായിരുന്നു. അതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് രാത്രിയിൽ ഉറങ്ങുന്നില്ല, കറക്റ്റായിട്ട് രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എണ്ണിക്കുന്നില്ല, എൻ്റെ ഫുഡ് ഞാൻ കറക്റ്റായിട്ട് കഴിക്കുന്നില്ല, ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, ഒരു ഡിസിപ്ലിനും ഇല്ല, കട്ടർ റാറ്റ്. ബ്രോ, അതിനകത്തുനിന്ന് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ് ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുക്കണം, പൈസയില്ല, അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വരണ്ട. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജിമ്മിൽ പോവുകയാണ്. ഇല്ല, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ്, ലുക്ക് അറ്റ് ദ ചെസ് ബോർഡ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ മൂവ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. അല്ലാതെ ഒരു എക്സ്ക്യൂസും ഇല്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. അല്ലാതെ നിങ്ങൾ ഗെയിം കളിക്കുന്നോ, ഞാൻ വർക്കൗട്ട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണാമെന്നോ, ഇതൊന്നും എല്ലാം എന്ന് പറഞ്ഞ ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്, ഒരു പ്രൊക്കാസിനേഷൻ ആണ്. നമ്മൾ ആ റിയൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാതെ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, ഇത് ചെയ്യാം, അത് ചെയ്യാം, ഇങ്ങനെ നമ്മൾ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ്. ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ, നിങ്ങൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബൈസെപ്സിന് വർക്കൗട്ട് അടിക്കുന്നു, നിങ്ങൾ ചെസ്റ്റിന് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് വിഷമിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യാതെ കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ എനർജി ആയിരിക്കും, ഫുൾ ഹാപ്പിനെസ് ആയിരിക്കും, ഫുൾ സന്തോഷമായിരിക്കും. എൻ്റെ ലൈഫ് ഇത്രമാത്രം വേഴ്സ്റ്റ് ആയിട്ട് വേറൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. സോ ഈ ഒരു എനർജിയിൽ നിന്ന് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക, ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. എനിക്ക് റാഡ് ലൈഫിൽ നിന്നും മാറണം. ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ റിയലി വേണ്ട ഒരു കോട്ടാണ്, ഞാനിത് നിങ്ങളോടാണ് പറയുന്നത്. ഓർത്തു വെക്കൂ ഈ കോട്ട്. സഡൻലി ദ ചാമ്പ്യൻ റിട്ടേൺസ് വിത്ത് ഇനിഷ്യേറ്റീവ് ആൻഡ് വെഞ്ചൻസ്. എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടാണ്. ആ കോട്ടിൻ്റെ എനർജി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സഡൻലി ദ ചാമ്പ്യൻ റിട്ടേൺസ് വിത്ത് ഇനിഷ്യേറ്റീവ് ആൻഡ് വെഞ്ചൻസ്. സോ അങ്ങനെ ഒരാളായിട്ടുള്ള, അങ്ങനെ ഡീപ്പായിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായി മാറാനാണ് നമ്മൾ എയിം ചെയ്യുന്നത്, നമ്മൾ ഡ്രീം ചെയ്യുന്നത്. അതാണ് നമ്മുടെ സ്വപ്നം. ബ്രോ, രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇത് റിയലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു റാറ്റായിട്ടുള്ള ഒരാളുണ്ട്, റൈറ്റ്? അവന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു, അവന് എല്ലാ ദിവസവും, ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ 1-ാം തീയതി തൊട്ട് 2-ാം തീയതി തൊട്ട് 3-ാം തീയതി തൊട്ട് എല്ലാ ദിവസവും ആലോചിക്കുന്നുണ്ട്, ഇന്ന് എനിക്ക് വർക്കൗട്ട് ചെയ്യണം, ഇന്ന് എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ നല്ലതാക്കണം, ഇന്ന് എനിക്ക് ഗുഡ് ഹാബിറ്റ്സ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവന് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ ഉറങ്ങുന്നത് 1 മണിക്കാണ്, അവൻ ഉറങ്ങുന്നത് 2 മണിക്കാണ്, എണ്ണിക്കുമ്പോൾ 10 മണിയാവും. പിന്നെ എങ്ങനെ അവൻ്റെ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ബ്രോ, നിങ്ങളുടെ സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങുന്നത് 10 മണി കഴിഞ്ഞിട്ടാണ്, നിങ്ങൾ എണ്ണിക്കുന്നത് 9 മണി 10 മണി സമയത്താണെങ്കിൽ ബ്രോ,
നിങ്ങൾക്ക് ഒരു കാര്യവും ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ബ്രോ റിയാലിറ്റി. ഇപ്പം ആരും പറഞ്ഞുകൊണ്ടില്ല, ഓ ഇല്ല ബ്രോ ഞാൻ ഗെയിം കളിക്കൊണ്ട് എനിക്ക് 12 മണി വരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരോട് ഗെയിം കളിക്കാൻ. നോ. നമ്മൾ എന്താണ് ഇവിടെ എയിം ചെയ്യുന്നത്, നമ്മൾ എന്തിനോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെയിനാണ്, കഷ്ടപ്പാടാണ്. ഞാൻ ഒരിക്കലും പറയുന്നത് ഇതെല്ലാം ഈസിയാണ്, ഹാപ്പിയാണ്. നോ. ഇതെല്ലാം കഷ്ടപ്പെടണം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾ ആ സ്വപ്നം ചെയ്യുന്ന ലൈഫ്, അതാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. സോ ഞാൻ പറയുന്നു ബ്രോ, നിങ്ങളുടെ പെയിൻ എനിക്ക് മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ് യു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്ലീപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നേരത്തെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിൽ ഗെറ്റ് ഫക്ഡ്. കാരണം നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ നമുക്കൊരു എനർജി കാണത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല, പിന്നെ നമുക്ക് ഫോണിൽ തന്നെ കയറാൻ തോന്നും, പിന്നെ നമുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. അങ്ങനെ ഒരു ദിവസമാകുന്നു, 2 ദിവസമാകുന്നു, ഒരാഴ്ചയാകുന്നു, 1 മാസമാകുന്നു. 1 മാസം ഇങ്ങനെ പറഞ്ഞു പോകും. ഒരു കറക്റ്റ് ടൈം വെക്കാതെ 12 മണിയൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്നുകൊണ്ട് എൻ്റെ ലൈഫ് കൂടുതൽ വേഴ്സ്റ്റ് ആവുകയാണ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രോ, വളരെ. ഞാൻ മിസ്റ്റേക്കാണ് പറയുന്നത്, എൻ്റെ മിസ്റ്റേക്കാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റായിട്ട് റിയലി എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നാളെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ റൂളാണ്, 5 AM റൂൾ. നാളെ രാവിലെ നിങ്ങൾ 5 മണിക്ക് എണ്ണിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ചേഞ്ച് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പം തന്നെ മാറ്റിക്കഴിഞ്ഞു. എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അത് ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ കാണുകയും ചെയ്യും. എൻ്റെ ലൈഫിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഡു ഇറ്റ് വിത്ത് മീ ബ്രോ. 5 മണി സമയത്ത് എണ്ണിക്കൂ. ഈ 5 AM റൂൾ നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. എന്ന് കരുതി നിങ്ങൾ 5 മണിക്ക് എണ്ണിച്ചിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നാലോ 5 മണിക്ക് എണ്ണിച്ചിട്ട് ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരുന്നാലോ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. പൊട്ടത്തരമല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്, അല്ലേ? അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഇമ്പ്രൂവ് ആകത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ 5 മണിക്ക് എണ്ണിക്കുക. ആ മോർണിംഗ് ഒന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുക. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ എനർജി തന്നെ ഡിഫറൻ്റ് ആണ് ബ്രോ. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്താൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ എനർജി തന്നെ ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ആവും. നമ്മൾ 10 മണിക്ക് എണ്ണിക്കുന്ന ലേസി ആയിട്ട് ഒരു ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഒന്നും കൂടെ കിടന്നാലോ, ഇനി ഒരു 2 മണിക്കൂർ കിടക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ എനർജി അതാണ്, റൈറ്റ്? പക്ഷെ നമ്മൾ രാവിലെ എണ്ണിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി അങ്ങനെ ആയിരിക്കത്തില്ല. ഈവൻ നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കും, നിങ്ങളൊന്ന് ഇത് മാത്തമാറ്റിക്കൽ ബേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറോളം എക്സ്ട്രാ കിട്ടുകയാണ്. ഇപ്പം ഒരു 7 മണിക്ക് എണ്ണിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് 2 മണിക്കൂറോളം എക്സ്ട്രാ കിട്ടുകയാണ് നിങ്ങൾ 5 മണിക്ക് എണ്ണിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു വർഷം നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, ഒരു മാസം നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, എത്രമാത്രം നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതാ നോർമലായിട്ടൊരു റാറ്റ് ജോബാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ ലൈഫിൽ ആരും ഇഷ്ടപ്പെടാത്ത, ആരോട് സംസാരിക്കാൻ അറിയാത്ത, ആരോടും ഒന്നും ഡിബേറ്റ് നടത്താൻ അറിയാത്ത, ആരോടും ഒരു കാര്യം റിയലി പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ അറിയാത്ത ഒരാളായിട്ട്, ആരും റെസ്പെക്ട് ചെയ്ത ഒരാളായിട്ട്, ഒരു റാറ്റ് ലൈഫ്, പൈസയുടെ പുറകെ ഇങ്ങനെ മാത്രം പോകുന്ന ഒരു റാറ്റ് ലൈഫായിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാം. തിങ്ക് അബൌട്ട് ഇറ്റ്. ബാക്കിയുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറാം. ഈ 2 ലൈഫിൽ ഏത് ലൈഫാണ് വേണ്ടത്? ഒരു റാറ്റ് ലൈഫാണോ നമുക്ക് വേണ്ടത്? ഒരു ഈഗിൾ ലൈഫാണോ നമുക്ക് വേണ്ടത്? ഈ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റിക്ക് ഓൺ ദ ഹാബിറ്റ്. നമ്മളൊരു ഹാബിറ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഹാബിറ്റ് ട്രാക്കറിൽ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക. എനിക്കറിയാം, ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരും, നിങ്ങൾക്ക് ഫോൺ അഡിക്ഷൻ വരും, നിങ്ങൾക്ക് കുറച്ചു നേരം ലേസി ആയിട്ട് ഇരിക്കാൻ തോന്നും, നിങ്ങൾക്ക് കുറച്ചു നേരം ഗെയിം കളിക്കാൻ തോന്നും, നിങ്ങളുടെ മൈൻഡ് പിന്നെയും വണ്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മൾ അതിനുവേണ്ടി കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ നമ്മൾ ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കോൺസ്റ്റൻ്റ്ലി നമ്മൾ അതിനുവേണ്ടി ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എനിക്കൊരു ഹാപ്പിനെസ് വേണം, എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇതല്ല എൻ്റെ ലൈഫ് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തിരിക്കും. ഇല്ല, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കില്ല, ഓ എന്താണ് ഇവൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നതെങ്കിൽ വെൽക്കം ടു റാറ്റ് ലൈഫ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒഫൻഡഡ് ആവരുത്, യു ആർ ഗോയിങ് ടു ബി എ റാറ്റ്. കാരണം ഈ ഹാബിറ്റ് നമ്മൾ ചെയ്യണം. ഈ ഹാബിറ്റ് നമ്മൾ എല്ലാ ദിവസവും ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവത്തുള്ളൂ. സോ ഞാനിപ്പോൾ ചെയ്തൊരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് എന്നൊരു വീഡിയോ ആണിത്. ഞാനിത് ചെയ്തു നിങ്ങളെ കാണിച്ചിരിക്കും.
ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളായി മാറി ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. എനിക്ക് റിസൾട്ട് കിട്ടുന്നതും മാറുന്നത് നിങ്ങൾ കാണും. ദിസ് ഈസ് ചാലഞ്ച് ആൻഡ് യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് ചാലഞ്ച്. നിങ്ങൾക്ക് ഈ ചാലഞ്ചിൻ്റെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കറക്റ്റ് സമയത്ത് സ്ലീപ്പ് കൊണ്ടുവരിക, നിങ്ങൾ കറക്റ്റായിട്ട് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾ കീപ്പ് ചെയ്യുക, നിങ്ങൾ 5 മണിക്ക് എണ്ണിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ 1 മന്ത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ യു വിൽ വിൻ. വി വിൽ വിൻ. Once again, suddenly the champion returns with initiative and vengeance. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother.